പെട്ടെന്ന് ഇതുപോലെ തകരാറെന്തെങ്കിലും ഉണ്ടായാൽ സിദ്ധുവിന് എന്ത് ചെയ്യാനാണ്? സിദ്ധുവിനെ തന്നെ തലനാരിക വ്യത്യാസത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ പിന്നെ സിദ്ധു കാരണമാണ് ദേവികയുടെ അച്ഛൻ മരണപ്പെട്ടതെന്ന് സ്ത്രീകൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? നമ്മുടെ മകൻ എന്നുള്ള സെന്റിമെന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ. സാഹചര്യം വെച്ച് ചിന്തിച്ചാലും സിദ്ധുവിനെ ഒരിക്കലും പ്രതിസ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. ഇത് നമുക്ക് പരസ്പരം പറയാവുന്നല്ലാതെ ശ്രീകലെ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? നമ്മൾ പറയുന്നൊന്നും കേൾക്കാൻ അവളുടെ അച്ഛനെ കൊന്നത് സിദ്ധുവാണെന്നുള്ള ധാരണ ഇപ്പൊ ദേവികയുടെ മനസ്സിലും പതിഞ്ഞിട്ടുണ്ടാവും. ആ ധാരണയോടെ അവൾ എങ്ങനെ സിദ്ധുവിനൊപ്പം കഴിയും? ദേവികയോടായാലും ഇപ്പൊ ഒന്നും പറയാൻ നിൽക്കണ്ട. ഈ നേരത്ത് നമ്മളിതൊക്കെ വിശദീകരിക്കാൻ ചെന്നാൽ ദേവിക ശരിക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല. ദേവികയുടെ അച്ഛന്റെ മരണത്തെക്കുറിച്ച് മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ ദേവികയെ സിദ്ധുമായുള്ള വിവാഹം ഒഴിവാക്കായിരുന്നു, അല്ലേ മഹേട്ട? സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടത്തിയത് തെറ്റായി പോയോന്നൊരു സംശയം. എണീറ്റ് വാ മാലാകെ. മാലാകെ എണീറ്റ് ഒന്ന് വയറി തന്നാലേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. എണീറ്റ് വാ മാലാകെ. ഞാൻ പറയണ മാലാകെ കേൾക്കണില്ലേ? എന്താ പറ്റിയേ? എണീറ്റ് വന്നേ. എണീറ്റ് വാ മാലാകെ, എനിക്ക് വിശക്കുന്നു. ഞാൻ ഇത്രയും വിളിച്ചിട്ട് എന്താ മാലാകെ വിളിയാക്കത്തെ? വാ, എണീറ്റ് വന്നേ. വാ മാലാകെ, വാ വന്നേ. വാ, എണീറ്റ് വാ. വന്നേ, എണീറ്റ് വാ മാലാകെ, എനിക്ക് വിശക്കുന്നു. സിദ്ധു, നീ എന്തിനാ വെറുതെ ദേവിക ശല്യപ്പെടുത്തുന്നത്? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? എനിക്ക് വിശക്കുന്നു. എനിക്ക് ഫുഡ് തരാൻ പറഞ്ഞിട്ട് മാലാക കേൾക്കണ പോലുമില്ല. മാലാകയ്ക്ക് എന്താ പറ്റിയ? മാലാക ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കിപ്പോ ആഹാരമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. നീ ദേവിക ശല്യം ചെയ്യാതെ. വേണ്ട, എനിക്ക് മാലാക തന്നാ മതി. സിദ്ധു പറയുന്നത് ഇല്ല, ഞാൻ കേൾക്കൂല. എനിക്ക് പറയുന്നത് എടാ, നീ അനുസരണ കാണിക്കേ. നീ വാ. ഇല്ല, ഞാൻ വരില്ല. മാലാക എനിക്ക് ഇങ്ങോട്ട്. മാലാക ഇല്ലാണ്ട് ഞാൻ എങ്ങോട്ടും വന്നേ. മാലാക അനുസരിക്കുന്നുണ്ടോ? എനിക്ക് ദേഷ്യം വരുവേ. ഞാൻ കേട്ടില്ലെങ്കിലേ നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം. നീ ഇങ്ങനെ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിലേ ദേവികയെ ശല്യപ്പെടുത്തിയ ദേവിക നിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ ഈ വീട് വിട്ടിറങ്ങിപ്പോവും. എന്നേക്കുമായി അത് വേണോ? മാലാക ഇവിടുന്ന് പോവോ? ആ, നീ ദേവിക എങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ദേവിക പോവും. മാലാക എന്നെ വിട്ടിട്ട് പോവോ? എന്നെ വിട്ടിട്ട് പോവല്ലേ മാലാക, എങ്ങോട്ടും പോവല്ലേ. എടാ, നിന്റെ മാലാക നിന്നെ വിട്ട് പോകാതിരിക്കണമെങ്കിൽ നീ ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം. നീ ദേവികയെ ശല്യപ്പെടുത്തരുത്. അനുസരിക്കാം, അച്ഛനമ്മയും പറയുന്ന എല്ലാം അനുസരിക്കാം. പക്ഷെ മാലാക ഞാൻ ശല്യപ്പെടുത്തേയില്ല. മാലാക എന്നെ തനിച്ചാക്കിട്ട് എവിടെയും പോവല്ലോ കേട്ടോ. പോവോ മാലാക? കുട്ടന്റെ കാര്യത്തിൽ ദേവിക ധൃതി പിടിക്കണ്ടായി. ഇനി കുട്ടൻ ദേവികയെ ശല്യപ്പെടുത്തില്ല. മോനെ, മോന്റെ മാലാക്ക ഇപ്പൊ വല്ലാത്ത വിഷമത്തിലാണുള്ളത്. അത് മോൻ മനസ്സിലാക്കണം. മാലാക എന്തിനാ വിഷമിച്ചിരിക്കണേ? മാലാകയുടെ അമ്മ ഇവിടെ വന്ന് മാലാക ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാ? അല്ല, ഈ മാലാകയുടെ അമ്മ എന്തിനാ ഇവിടെ വന്ന് വഴക്കൂടിയേ? അച്ഛാ, ദേ അമ്മ കരയണു. അമ്മ എന്തിനാ കരയണേ?
മാലാക സങ്കടപ്പെട്ടിരിക്കണോണ്ടാണോ അമ്മ കരയണേ? ഏയ് ഒന്നുമില്ലടാ, ഒന്നുമില്ല. മാലാഖ വിഷമിച്ചിരിക്കുകയാണെന്ന് മോന് മനസ്സിലായോ? ഉം. എങ്കിൽ ഇനി മോനായിട്ട് മാലാഖയ്ക്ക് ഒരു പ്രയാസം ഉണ്ടാക്കരുത്. ഉം. ഇല്ല. തൽക്കാലം മോൻ മാലാഖയുടെ മുറിയിലൊന്നും പോകാതെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണം. ഉം? അപ്പോ എനിക്കിനി മാലാഖയുടെ റൂമിൽ പോവാം. കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മാലാഖയെ ശല്യപ്പെടുത്താതിരുന്നാ മതി. ഇനി ഞാൻ ഒരിക്കലും മാലാഖയെ ശല്യപ്പെടുത്തൂല അച്ഛാ. നല്ല കുട്ടിയായിട്ട് ഞാൻ ദേ ഇവിടെ ഇരുന്നോളാം. എന്താ അമ്മ പോരെ? മതിയടാ, അത് മതി.